ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ നിങ്ങളെ വെൽക്കം ചെയ്യുന്ന ഒരു സെമി റോസ്റ്റിംഗ് വീഡിയോയിലാണ് സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മളിന്ന് ഇവിടെ റോസ്റ്റ് ചെയ്യാൻ എടുക്കുന്നത് പൂജാമലിനെയാണ്. അങ്ങനെ നീണ്ട നാളത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് സുഹൃത്തുക്കളെ പൂജാമൽ നമ്മളുടെ ഒരു കണ്ടന്റ് ആയിട്ട് മാറുന്നത്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് വീഡിയോക്കകത്ത് ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു, ബ്രോ പൂജാമലിന്റെ ലേറ്റസ്റ്റ് വീഡിയോ +2 റിയാക്ട് ചെയ്യുമോ, അവൾക്ക് 90% ഉണ്ടെന്ന് പറഞ്ഞ് നാട്ടുകാരെ പറ്റിയാണ്, എനിക്കൊന്ന് പറ്റിക്കുകയാണെന്നാണ് തോന്നുന്നു. പിഞ്ചു കുഞ്ഞുങ്ങളെ വഴിതെറ്റിക്കുന്നു, എനിക്കൊരു മോളുണ്ട്, അവളൊക്കെ ഫാനാണ് അവളുടെ, പക്ഷേ അവളുടെ ഒറിജിനൽ റിസൾട്ടിൽ ഒറ്റ A+ ഇല്ലാതെ അവൾക്ക് 90% ഉണ്ടെന്ന് പറയാനുള്ള മനക്കെട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ആ രജിസ്റ്റർ നമ്പറും പൂജയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അവരിലോട്ട് പോകുന്നതിന് മുന്നേ ആദ്യം തന്നെ എനിക്ക് പറഞ്ഞുള്ളത്, കുട്ടികൾ സോഷ്യൽ മീഡിയയുടെ ഉപയോഗം കൊണ്ട് വഴിതെറ്റുന്നു, മറ്റൊരാളുടെ ഫാൻ ആയതുകൊണ്ട് വഴിതെറ്റുന്നു എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവരും മനസ്സിലാക്കട്ടെ, ഞാൻ മുമ്പ് പല വീഡിയോകൾ പറഞ്ഞിട്ടുള്ളതാണ്, ആക്ച്വലി സോഷ്യൽ മീഡിയ ഇത്രത്തോളം ആക്റ്റീവായിട്ട് യൂസേജ് ഉള്ള ഈ ഒരു കാലഘട്ടത്തിൽ കുട്ടികൾക്ക് കൃത്യമായിട്ട് സോഷ്യൽ മീഡിയ ഉപയോഗത്തിനെ പറ്റിയുള്ള ഒരു എഡ്യൂക്കേഷൻ കുട്ടികൾക്ക് കൊടുക്കാതെ, അല്ലെങ്കിൽ കുട്ടികൾക്ക് ഈ ഫോൺ ചെറുപ്പം മുതലേ കയ്യിലോട്ട് ഫോൺ കൊടുക്കുമ്പോഴത്തേക്കിന് കൃത്യമായിട്ട് എന്ത് ശരി എന്ത് തെറ്റെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അങ്ങനെ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യാതെ വരുന്ന ഇവരുള്ള പേരൻറ്റിങ്ങിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന മിസ്റ്റേക്കുകളും കൊണ്ടൊക്കെ ഇങ്ങനെയൊക്കെ ഓരോന്നൊക്കെ സംഭവിക്കുമ്പോൾ അതിൽ കുട്ടികളെ മാത്രം പഴി പറയുന്നതിൽ എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റത്തില്ല. പിന്നെ ഇവിടെ പൂജാമലിൻ്റെ കാര്യത്തിൽ കുറച്ച് ആൾക്കാരൊക്കെ ഈ ചെറിയ പ്രായത്തിൽ പ്രേമിച്ച് ഒളിച്ചോടാന്നൊക്കെ ആരെങ്കിലുമൊക്കെ വിചാരിക്കുന്നുണ്ടോ, പൊന്നു മക്കളെ, പഠിച്ചൊരു ജോലി വാങ്ങാതെ ഇറങ്ങിപ്പോകാൻ വിചാരിച്ചു കഴിഞ്ഞാൽ അവസാനം കുത്തുവാള എടുത്തിരിക്കും, അത്ര എനിക്ക് പറയാനുള്ളൂ. എന്നാണെങ്കിൽ നമുക്ക് പൂജാമൽ ഇട്ടേക്കുന്ന ആ ഒരു വീഡിയോക്കകത്ത് നമുക്ക് പോകാൻ സുഹൃത്തുക്കളെ. അവരുടെ ഒരു +2 റിസൾട്ട് വന്ന ദിവസം റിസൾട്ടൊക്കെ നോക്കിയിട്ട് വന്നേക്കുന്ന സംഭവമാണ്. അപ്പോൾ നമുക്ക് നോക്കാം. 3 മണിയായി. 3 മണിയായി. നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഗൈസ് നമുക്ക് ലൈവ് അപ്ഡേറ്റ് കാണാം. ഓക്കെ, ലൈവ് അപ്ഡേറ്റാ? അതിലിത് ഓൾറെഡി റെക്കോർഡ് ചെയ്ത് വെച്ച വീഡിയോ അല്ലേ? അയ്യോ ഗൈസ്, നമ്മൾ നോക്കാൻ പോണു ഗൈസ്. അതെ, എന്ത് സൈറ്റൊക്കെ ഇവിടെ നോക്കുവാണ് ഗൈസ്, സെർച്ച് ചെയ്തോണ്ടിരിക്കുക. ഗൈസ് ജയിച്ചു കഴിഞ്ഞാൽ പൊന്നൂരിന്ന് എന്റെ വക ഫുൾ ചെലവാണ് ഗൈസ്. പിന്നല്ല, അത്രേ ഉള്ളൂ. ജയിച്ചു കഴിഞ്ഞാൽ ഫുൾ ചെലവാണ് അച്ഛൻ്റെ പൈസയ്ക്ക്. ചുമ്മാ പറഞ്ഞാണ് ഗൈസ്. ചോട്ടു അങ്ങനെ ജോലിക്കൊക്കെ പോകുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ ചോട്ടിൻ്റെ പൈസയ്ക്ക് തന്നെയാണ് ചോട്ടു ചെലവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്നെന്താണെങ്കിലും പൊന്നു ജയിച്ചു കഴിഞ്ഞാൽ ഫുൾ ചെലവാണ്, അത് തന്നെയാണ്. പക്ഷേ ചോട്ടു പറയൂ, എന്താണ് ആ ഫുൾ ചെലവ് കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എന്തൊക്കെയാണ് ആ ഫുൾ ചെലവിൽ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? പറയൂ, എന്തൊക്കെയാണ് ആ ഫുൾ ചെലവ്? ഫുൾ ചെലവ് എന്ന് പറഞ്ഞാൽ ഫുൾ ചെലവാണ് ഗൈസ്. എൻ്റെ ഭാഗത്തും തെറ്റുണ്ട്. കാരണം ഫുൾ ചെലവെന്ന് പറഞ്ഞാൽ അത് ഫുൾ ചെലവാണ്. സോറി, മൈ മിസ്റ്റേക്ക്. അതെ, കേരളം ഒന്നടങ്കം കാത്തിരിക്കുന്ന റിസൾട്ടാണ്. കാരണം മറ്റൊന്നുമല്ല, +1 കഴിഞ്ഞപ്പോഴത്തേക്കിന് ഇതുപോലെ വീട്ടുകാരെയൊക്കെ ഉപേക്ഷിച്ചിട്ട് കാമുകൻ്റെ ഒപ്പം ഒളിച്ചോടുകയും പിന്നീട് +2 ഒക്കെ ഈ പെൺകുട്ടി കംപ്ലീറ്റ് ആക്കുമോ ഇല്ലയോ, തോറ്റുപോകുമോ എന്നൊക്കെ ഉള്ള ഒരുപാട് ആളുകൾ അന്ന് ഇവരുടെ കല്യാണം കഴിഞ്ഞ ടൈമിൽ ഇങ്ങനെ പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണെങ്കിലും കേരളക്കാരെ ഒട്ടാകെ ഇളകി മറിച്ചേക്കുന്ന ഒരു റിസൾട്ട് തന്നെയാണ് സുഹൃത്തുക്കളെ ഈ പൊന്നുവിൻ്റെ +2 റിസൾട്ട്. ആര് ചിരിപ്പിച്ച്? ചോട്ടു തന്നെ പറഞ്ഞിട്ട് തന്നിരുന്നങ്ങ് ചിരിക്കുക, എന്നിട്ട് പറയാ ചിരിപ്പിക്കല്ലേ ഇത്. നമ്മൾ സത്യം പോലെ തന്നെ പറയും, പാസ്സായെന്ന് പറയും, പാസ്സായില്ലെന്നും പറയും. അതെന്താണ് അങ്ങനെ ഒരു വാർത്ത? നിങ്ങൾക്ക് തന്നെ ഡൗട്ട് ഉണ്ടോ നിങ്ങൾ കള്ളം പറയുമ്പോന്ന്? ബാക്കി പറഞ്ഞാട്ടെ. പക്ഷേ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുവാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ ഇന്ന് ജയിച്ചു കഴിഞ്ഞാൽ ഫുൾ ചെലവ് എൻ്റെ വകയാണ് ഗൈസ് പൊന്നൂര്. അപ്പം ഇപ്പം തന്നെ ജയിച്ചു കഴിഞ്ഞാൽ ഇപ്പം തന്നെ നമ്മൾ പോവാണ് ഗൈസ്. ഇവിടെ ഒരു മാള് തുടങ്ങിയിട്ടുണ്ട്, ചോയ്സ് മാളിലോട്ട് അങ്ങ് അടിച്ച് കയറുവാണ് ഗൈസ്. അല്ല, ഞാനത് ചോദിക്കണില്ല, മാളിൽ പോയിട്ട് എന്ത് ചിലവാണെന്ന് ഞാൻ ചോദിക്കത്തില്ല. കാരണം ഫുൾ ചിലവെന്ന് പറഞ്ഞാൽ ഫുൾ ചിലവാണ് സുഹൃത്തുക്കളെ. നിങ്ങൾ എന്തിനാ പിന്നെ ഇങ്ങനെ ഞാൻ എന്തിനാ പിന്നെ ഇങ്ങനെ ചോദിക്കാൻ പോകുന്നത്? ഫുൾ ചിലവെന്ന് പറഞ്ഞാൽ ഫുൾ ചിലവ്. കേരളം ആകാംക്ഷയോടിരിക്കുന്ന റിസൾട്ടാണ് ഗൈസ് ഈ വരുന്നത്. അതെ, ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. കാര്യം എന്തായിരിക്കും +2 റിസൾട്ടിൽ പൂജയ്ക്ക് സംഭവിക്കാൻ പോകുന്നത്? പൂജ ജയിക്കുമോ, ജയിക്കത്തില്ലയോ, A+ കിട്ടുമോ, A+ കിട്ടത്തില്ലയോ, എത്ര % ആയിരിക്കും ജയിച്ചു കഴിഞ്ഞാൽ കിട്ടുക? ഒരുപാട് സംശയങ്ങൾ ഇങ്ങനെ ബാക്കി നിൽക്കുകയാണ് സുഹൃത്തുക്കളെ. നമുക്ക് നോക്കാം. ചെക്ക് റിസൾട്ട് കൊടുത്തിട്ടുണ്ട്. കൊടുത്തില്ലേ? കൊടുത്തിട്ടുണ്ട്. ലോഡ് ആവുക. പൂജാബി എത്തിച്ചേർന്ന് അമ്മേ, നോക്ക് ഗ്രൂപ്പ് മദേഴ്സ് എല്ലാം കത്തണം ഗൈസ്. അപ്പൊ എന്റെ റിസൾട്ട് വന്നു ഗൈസ്. ഇവിടെ ടെൻഷൻ അടിച്ചിരുന്നതാണ് ഗൈസ്. എന്തായാലും പാസ്സായിട്ടുണ്ട്.
അതെ, ഇത് ചരിത്ര നിമിഷമാണ് സുഹൃത്തുക്കളെ. അങ്ങനെ പൂജ +2 പാസ്സായിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പൊ ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? +1 ഈ കാമുകന്റെ ഒപ്പം വീട്ടുകാരെയൊക്കെ ഉപേക്ഷിച്ചിട്ട് ഒളിച്ചോടി പോയെന്ന് പറഞ്ഞാലും +2 എഴുതി പാസ്സാവാൻ പറ്റുമെന്നുള്ളതാണ് ഇവിടെ പൂജ തെളിയിച്ചിരിക്കുന്നത് സുഹൃത്തുക്കളെ. അപ്പൊ ഇത് കണ്ടിട്ട് ഇതുപോലെ +2 ഒക്കെ കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ വീട്ടുകാരെ ഉപേക്ഷിച്ചിട്ട് ഒളിച്ചോടി പോകണമെന്നൊക്കെ തീരുമാനിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പൊന്നുമക്കളെ, എനിക്ക് നിങ്ങളുടെ അടുത്ത് ഒന്നേ പറയാനുള്ളൂ, ഡോണ്ട് ട്രൈ ദിസ് അറ്റ് ഹോം. ഓക്കെ? എനിക്ക് കോളുകളൊക്കെ വരുന്നുണ്ട്, അമ്മയാ വിളിക്കുന്നത്. അപ്പോൾ അമ്മയായിട്ടൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഓക്കെ ആയില്ലേ? എന്തൊക്കെയായിരുന്നു അന്ന് ഇവരുടെ വീട്ടുകാരൊക്കെ ഹയർ എഡ്യൂക്കേഷന് പുറത്തോട്ടൊക്കെ വേണമെന്നൊക്കെ അങ്ങനെ ഒരു പ്ലാനിങ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും കുട്ടിക്ക് വേണ്ട, ഓക്കെ ആയിട്ടില്ലായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു വിട്ട് പോയിട്ടുണ്ടായിരുന്നത്. എന്നാണെങ്കിൽ സാധാരണ ഈ ഒളിച്ചോടി പോയി കഴിഞ്ഞാൽ അവർക്കൊരു കുഞ്ഞിക്കാലൊക്കെ കാണുമ്പോഴാണ് സാധാരണ വീട്ടുകാരൊക്കെ ഇങ്ങനെ ഒന്ന് വരിക. അപ്പോൾ +2 റിസൾട്ട് വന്നപ്പോഴത്തേക്കിനും അവരൊക്കെ ഒന്ന് അതൊക്കെ വളരെ നല്ലതായിരുന്നു തന്നെ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യം തന്നെ. നമുക്ക് ബഗ്ഗാണ്. വീഡിയോ എടുക്കുമ്പോ തന്നെ അമ്മ വിളിക്കുന്നത്. ഹലോ, പാസ്സായി. പാസ്സായി, എല്ലാ വിഷയവും പാസ്സായി. എവിടാ? അന്ന് ചോട്ടിപ്പോ വരും വിളിക്കാൻ. വരണോ? അതൊക്കെ അത്രേ ഉള്ളൂ. അമ്മായിയമ്മ ഒക്കെ വിളിച്ച് സംസാരിക്കുമ്പോഴത്തേക്കിന് അങ്ങോട്ട് വരണമെന്ന് ഇച്ചിരി ഗാംഭീര്യമൊക്കെ ആവും. അത് കുഴപ്പമില്ല. ഗായ്സ്, എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് പാസ് ആയിട്ടുണ്ട്. ഇത് എന്റെ പേര് തന്നെയാണ്, നിക്ക് അതും കൂടെ ഞാൻ കാണിക്കാം. പൂജ B 2000 എന്റെയാണ്, പാസ് ആയിട്ടുണ്ട്. മുമ്പേ ചോട്ടുമായിരുന്നു, ഇപ്പൊ പൊന്നുമാണ് പറയണത്. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടോങ്കിൽ ഇതാണ്ട് നോക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട്, അതെന്ത് നിങ്ങൾക്ക് തന്നെ നിങ്ങൾ കള്ളം പറയുമെന്നൊരു ഡൗട്ട് ഉണ്ടോ? നിങ്ങൾക്ക് ഉണ്ടോ? അത് ബാക്കിയാണോ? പിന്നെ A+ഒന്നും അല്ല കാര്യം, മാർക്കിലാണ്. അതൊക്കെ അത്രേ ഉള്ളൂ. അത് ആ പൂജ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നുണ്ട്. A+ഒന്നും പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലടേ. അല്ലെങ്കിൽ തന്നെ എ സിംഗിൾ ഷീറ്റ് ഓഫ് പേപ്പർ കാനോട്ട് ഡിസൈഡ് മൈ ഫ്യൂച്ചർ. എങ്കിൽ പോലും നമുക്ക് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ബേസിക് ആയിട്ട് വേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. A+ഒന്നും വലിയ കാര്യമൊന്നുമില്ല. ഓക്കെ, പിന്നെ അമ്മയൊക്കെ വന്നിട്ട് എന്താ, അമ്മയെ വിളിച്ച് അമ്മയോട് പറഞ്ഞു, ഇനി അമ്മയൊക്കെ കേക്ക് മേടിക്കണം, നേരിട്ടുള്ള സന്തോഷ പ്രകടനങ്ങൾ നമ്മള് കാണിക്കാം. പിന്നെ ഒരു കേക്ക് മേടിക്കണം. പിന്നെ എന്ത് വേണ്ട നീ നമുക്ക് മാളിപ്പോ പിന്നെ നേരെ മാളിലോട്ട് പോവാണ്. നമ്മള് പുറത്തു പോകാം. നമ്മളൊന്നും കണ്ടില്ല കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ സിഗ്മകൾക്ക് പറഞ്ഞിട്ടുള്ള കാര്യമല്ലേ ഇതൊന്നും. നമുക്കിനി വീഡിയോയുടെ പ്രധാനപ്പെട്ട പോർഷനിലോട്ട് പോയി ഇതിൻ്റെ ഇവർ പേഴ്സൻറ്റേജ് കൂട്ടിയിട്ടൊക്കെ പറയുന്നുണ്ട്. നമുക്കതൊന്ന് കേൾക്കാം. അപ്പോൾ ഗൈസ്, നമ്മള് എൻ്റെ പെർസെൻറ്റേജ് കൂട്ടി. അപ്പോൾ കൂട്ടിയിട്ട് എൻ്റെ പെർസെൻറ്റേജ് എനിക്ക് കിട്ടിയത് 90.67% പെർസെൻറ്റേജ് വന്നേക്കുന്നത്. അപ്പോൾ റിസൾട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, കുറേ പേര് കമൻറ്റിലും ഷോർട്സിലും വന്ന് ചോദിച്ചു എന്താ റിസൾട്ട് പറയത്തേന്ന്. അപ്പോൾ ഞാൻ ജയിച്ചു, എലിജിബിൾ ആണ് അടുത്ത ഹയർ സ്റ്റഡീസിന് പോകാൻ. അപ്പം ടോട്ടൽ എൻ്റെ പെർസെൻറ്റേജ് 90.67%. ഇപ്പം 90.67% പെർസെൻറ്റേജ് ഉണ്ടെന്നുള്ളതാണ് ഇവിടെ പൂജ പറഞ്ഞേക്കുന്നത്. ആക്ച്വലി 90.67 എന്നാണ് പറയുക. നമുക്ക് പോയിന്റ് കഴിഞ്ഞ് വരുമ്പോഴത്തേന് ഡിജിറ്റൊക്കെ 6-7 അങ്ങനെയൊക്കെയാണ് പറയുക, കൂട്ടി നമ്മൾ പറയില്ല. പക്ഷെ ഞാനും സ്കൂളിൽ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ മാത്സ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കിന് പെട്ടെന്ന് എളുപ്പത്തിൽ ചെയ്യാനൊക്കെ ഉണ്ട് 67 അങ്ങനെയൊക്കെയാണ് നമ്മൾ പറയാറുള്ളത്. അത് വലിയ കാര്യമില്ല, നമുക്ക് സംഭവം എന്താണെങ്കിലും നമുക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഈ 6-7% എന്നൊക്കെ 90.67% എന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് ഞാൻ പിന്നെ ഇവരുടെ റിസൾട്ട് ഇങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇവിടെ ഞാൻ സൈഡിലോട്ട് കൊടുക്കാൻ +2 റിസൾട്ട് ഫസ്റ്റ് ഇയറിൻ്റെ ഉണ്ട്, സെക്കൻഡ് ഇയറിൻ്റെ ഉണ്ട്. അപ്പം ഇതിനകത്ത് A+ ഒന്നും എവിടെയും കണ്ടില്ല. അപ്പോൾ A+ ഇല്ലാതെ 90% മാർക്ക് ഇങ്ങനെ കിട്ടുമെന്നുള്ളൊരു ഡൗട്ടായിരുന്നു. മേ ബി ഇറ്റ്സ് എ മെഡിക്കൽ മിറാക്കിൾ. അപ്പോൾ ഞാനാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി. കാരണം മൊത്തം 600-ലാണല്ലോ ഒരു വർഷത്തെ മാർക്ക് വരുന്നത്. അപ്പം +2-ലെ മാർക്ക് മൊത്തം കൂട്ടി നോക്കുമ്പോൾ 411 411 ഡിവൈഡഡ് ബൈ 600 × 100 68.5% +2-ന് കിട്ടിയേക്കുന്നത്. ചിലപ്പോൾ ഇനി ഇവരിപ്പം 2 വർഷത്തേക്കൂടെ കൂട്ടിയിട്ടായിരിക്കും പറഞ്ഞിട്ടുണ്ടായിരിക്കുക. അപ്പം 2 വർഷത്തേക്കൂടെ കൂട്ടി ഇപ്പം 90.67% മാർക്ക് കിട്ടിയെന്ന് പറയുമ്പോഴത്തേക്കിനും അവരുടെ മാർക്ക് നമുക്ക് ഇത് വെച്ച് പെർസെൻറ്റേജ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. 90.67 ഡിവൈഡഡ് ബൈ 100 × 1200. അപ്പോൾ 600 അപ്പം നോക്കുമ്പോൾ 1088 മാർക്കാണ് ആ കുട്ടി 2 വർഷം കൊണ്ട് വാങ്ങിച്ചേക്കുന്നത്. അപ്പോൾ അത് ഭയങ്കര അടിപൊളി കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മൾ പക്ഷേ ഈ ഫുൾ ഇവരുടെ കുട്ടിയുടെ മാർക്ക് നമ്മൾ ടോട്ടൽ എടുത്ത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ടോട്ടൽ മാർക്ക് 2 വർഷത്തേതും കൂടെ കൂട്ടിയിട്ട് 771 മാർക്കാണ് മൊത്തം ഉള്ളത്. ഓക്കെ, അപ്പോൾ 771 ഡിവൈഡഡ് ബൈ 1200 × 100 64.25% മാർക്കാണ് കിട്ടിയിട്ടുള്ളത്.
അപ്പോൾ ഈ 64.25% നിന്നും പെട്ടെന്ന് 90 വരെ എങ്ങനെ എത്തി എന്നുള്ളത് എനിക്ക് മനസ്സിലാവണില്ല. എന്താണെങ്കിലും ഇതിൻ്റെ ഒരു 26.42% ഒരു ഡിഫറൻസ് ആണ് ഇതിൻ്റെ ഇടയിലുള്ളത്. അപ്പോൾ അവർ തന്നെ കമൻറ്റ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഗായ്സ് ഇത് പേഴ്സൻറ്റേജ് നോക്കിയപ്പോൾ മിസ്റ്റേക്ക് വന്നതാണ്, ഓക്കെ എന്ന്. അതുകൊണ്ടാണ് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് പറഞ്ഞത്, അല്ല നിങ്ങൾക്ക് സംശയമൊന്നും ഇല്ലല്ലോ അല്ലേ, നിങ്ങളുടെ നമുക്ക് പേര് നോക്ക്, എൻ്റെ പേരാണ്, എനിക്ക് ഇത്രയും മാർഗം ഉണ്ടെന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് കാണിച്ചത്. നിങ്ങൾക്ക് എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. എന്താണെങ്കിലും ആൾക്കാർ ഇത് തൂക്കിയിട്ടുണ്ട് കമൻറ്റ് ബോക്സിൽ, പറയുന്നുണ്ട് മിസ്റ്റേക്ക് ഒന്നുമല്ല, ചുമ്മാ ഒന്ന് തള്ളി നോക്കിയതാ, ഏറ്റില്ല, നിങ്ങളെപ്പോലെ എല്ലാവരും പൊട്ടന്മാരല്ല മോളെ, തള്ളുമ്പോൾ ഒരു മയത്തിലൊക്കെ തള്ളണ്ടേ, നിന്നെ പോലെ 16 വയസ്സുള്ളപ്പോൾ ഒളിച്ചോടിയവരും 16 വയസ്സുള്ള കുട്ടികളും മാത്രമല്ല കാണുന്നതെന്നും പറഞ്ഞുകൊണ്ട് കമൻറ്റ് ബോക്സ് ആൾക്കാർ എടുത്ത് വെച്ച് തൂക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അവരൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് സുഹൃത്തുക്കളെ, നമുക്ക് അതുകൂടെ കാണാം. ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് വെച്ചാൽ കഴിഞ്ഞ ദിവസം നമ്മൾ എൻ്റെ മാർക്ക് ലിസ്റ്റിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ചെറിയ മിസ്റ്റേക്ക് അല്ല, അതൊരു വലിയ മിസ്റ്റേക്കാണ്. നമ്മൾ +2ലെയും +1ലെയും കൂടെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ മാർക്ക് പറഞ്ഞത്. അതിന് +1ലെയും +2ലെയും കൂടെ മാർക്ക് ആഡ് ചെയ്തിട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് മൊത്തം 771 മാർക്കാണ്. അപ്പോഴും നോക്കുമ്പോൾ ശതമാനത്തിൽ ഈ 90 വരെ എത്തിയിട്ടില്ല. അപ്പോഴും 10-26% ഡിഫറൻസ് ഉണ്ട്. ഇങ്ങനെയാണ് എൻ്റെ കാൽക്കുലേഷൻ. അപ്പത്തെ ആ ഒരു സന്തോഷത്തിൽ നമ്മൾ രണ്ടും കൂടെ കൂട്ടിയിട്ട് പറഞ്ഞു. അപ്പൊ ഒരു മിസ്റ്റേക്ക് ആയിരുന്നു ഞങ്ങളുടെ. ചോട്ടു രണ്ടും കൂടെ കൂട്ടിയിട്ട് 90 വരെ എത്തണില്ല കേട്ടോ. നമ്മൾ അങ്ങനെ അത് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന്. അപ്പം ശരിക്കുള്ള മാർക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സെക്കൻഡ് നമ്മളൊരു വീഡിയോ ഇട്ട് അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്രയുള്ള കേസ് ഞങ്ങളുടെ പറഞ്ഞൊരു മിസ്റ്റേക്ക് ആയിരുന്നത്. ഓക്കെ, സെക്കൻഡ് ഒരു വീഡിയോ ഇട്ടെന്ന് പറഞ്ഞാൽ അതെവിടെ, അത് ഞാൻ കണ്ടില്ല കേട്ടോ. ഞാൻ പിന്നെ ഇനി എനിക്കുള്ള മിസ്റ്റേക്ക് പറ്റിയാണോന്ന് അറിയാനെ കൊണ്ട് ഞാൻ പിന്നെ കമൻറ്റ് ബോക്സ് ഒന്ന് നോക്കി, ഏത് വീഡിയോ ഞങ്ങൾ കണ്ടില്ലല്ലോ, വീഡിയോ എവിടെ, സെക്കൻഡ് വീഡിയോ ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഒരു വീഡിയോ നിങ്ങൾ ഇട്ടാ ഞാൻ കണ്ടില്ല കേട്ടോ. ഇനി ഞാൻ ഈ വീഡിയോ ചെയ്യുന്നിടം വരെ അങ്ങനെ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ പറയുക. പിന്നെ പഠിക്കാൻ വിടുമ്പോൾ പഠിക്കണം, എല്ലാവരും പൊക്കിയെന്ന് മനസ്സിലായപ്പോൾ പ്ലേറ്റ് ഒക്കെ തിരിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കുറേ കമൻറ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇതിനകത്ത്. ആക്ച്വലി എന്താണെങ്കിലും കുട്ടി ജയിച്ചല്ലോ, അത് തന്നെ വലിയ കാര്യം, അത്രയേ ഉള്ളൂ. അല്ലാതെ A+ വേണമെന്നോ 100% മാർക്ക് വേണമെന്നോ അങ്ങനൊന്നും ഇല്ല. ഞാൻ പറഞ്ഞില്ലേ, സിംഗിൾ ഷീറ്റ് ഓഫ് പേപ്പർ കാനോട്ട് ഡിസൈഡ് അവർ ഫ്യൂച്ചർ, അതൊക്കെ അത്രയേ ഉള്ളൂ. പക്ഷെ നമുക്ക് ബേസിക് ആയിട്ട് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന സാധനം വേണ്ടത് തന്നെയാണ്. +2 പാസ്സായല്ലോ, അത്രയും മതി. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ കുറച്ച് ആഡംബരം കൂടെ കയറിയിട്ട് 90% മാർക്ക്, എന്നിട്ട് 2 വർഷം കൂടെ കൂട്ടിയപ്പോൾ എനിക്ക് ഇത്രയും ഉണ്ടായിരുന്നു. എൻ്റെ ചോട്ടു അതിൻ്റെ ഇടയ്ക്ക് കയറിയിട്ട് ഇത്രയും ശതമാനം ഉണ്ടെന്നൊക്കെ പറഞ്ഞു. ചോട്ടു ഒന്നുമില്ലെങ്കിൽ കുറച്ചുകൂടെ മൂത്തല്ലേ ചോട്ടിന് പറഞ്ഞു കൊടുത്തൂടെ ഇങ്ങനെയാണ് കാൽക്കുലേറ്റ് ഒക്കെ ചെയ്യണേന്ന്. നമ്മൾ നോക്കിയിട്ട് 90% വരെ എത്തണില്ല. നിങ്ങൾ ഇനി ഇടക്കൂടും എല്ലാം സൈഡിൽ നിന്ന് 6 മാർക്ക് ഇങ്ങോട്ട് കടം വാങ്ങിച്ചത് നിങ്ങൾ. എൻ്റെ ചോട്ടു എന്താണെങ്കിലും ഇത്രയൊക്കെ ഇട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നുള്ളത് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ പറയാം. ഒപ്പം തന്നെ ചെറിയ പ്രായത്തെ ഒളിച്ചോടി പോകണമെന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ പുണ്യമക്കളെ, ഡോണ്ട് ട്രൈ ദിസ് അറ്റ് ഹോം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ശരി, ബൈ.